Hello students, welcome to Fundamentals of Investments. In the previous class, we have been discussing about return. Today, we will see risk or the risk associated with investment. A person making an investment expects to get some return from the investment in the future. But the future is uncertain and there is an uncertainty associated with the return from the investment. So the actual return realized from the investment may not correspond to the expected return. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിലൂടെ ഒരു വരുമാനം കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഈ വരുമാനം നമുക്ക് ലഭിക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഭാവി എന്ന് പറയുന്നത് എപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണ്, അൺസേർട്ടനാണ്. ഈ അൺസേർട്ടനിറ്റി കാരണം ഫ്യൂച്ചറിൽ കിട്ടുന്ന റിട്ടേണിലും അൺസേർട്ടനിറ്റി ഉണ്ട്. This possibility of variation of the actual return from the expected return is termed as risk. So risk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിൽ നിന്ന് മാറി മറ്റൊരു റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ റിട്ടേൺ പഠിച്ചപ്പോൾ റിട്ടേൺ പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേണിലാണ്. അതുകൂടാതെ പ്രോബബിലിറ്റി കൂടി ഉൾപ്പെടുത്തി പറയുമ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയും. അങ്ങനെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. പക്ഷേ ആക്ച്വലി 10% എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മാറിയിട്ടുള്ള റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതകളായിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് 10%, സംടൈംസ് ദെയർ മേ ബി 8% റിട്ടേൺ, സംടൈംസ് ദെയർ മേ ബി 12% റിട്ടേൺ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വരുമാനം കിട്ടാനുള്ള സാധ്യതയാണ് റിസ്ക് എന്ന് പറയുന്നത്. ദ പോസിബിലിറ്റി ഓഫ് വേരിയേഷൻ ഓഫ് ആക്ച്വൽ റിട്ടേൺ from the expected return is termed as risk. An investment whose returns are fairly stable is considered to be low risk investment, whereas an investment whose returns fluctuate significantly is considered to be high risk investment. So investment in a return വളരെ സ്റ്റേബിളായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, വ്യത്യസ്തമൊന്നുമില്ല, ഓരോ വർഷം കഴിയുമ്പോഴും കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ തരം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ റിസ്ക് കുറവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ് കരുതപ്പെടുന്നത്. നേരെ മറിച്ചിട്ട് വളരെ കൂടുതൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിട്ടേൺസ് ആണ് നമുക്ക് ഓരോ വർഷവും കിട്ടുന്നതെങ്കിൽ ആ തരം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ് കരുതപ്പെടുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഒരു ഡീവിയേഷനും ഉണ്ടാകാതെ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗമാണ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. സോ ബാങ്ക് ഡിപ്പോസിറ്റ്സ് ആർ കമ്പാരിറ്റീവ്ലി ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. അതേസമയം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് പോസിബിലിറ്റി ഇൻ ഡിഫറെൻറ്റ് റിട്ടേൺ ഈസ് വെരി ഹൈ. സോ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. Next, types of investment risk. The total variability in returns of a security represents the total risk of the security. Security എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റ്. സോ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ റിട്ടേണിൻ്റെ ടോട്ടൽ വേരിയബിലിറ്റിയെ പറയുന്നതാണ് ടോട്ടൽ റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആർ ദ ടു കമ്പോണൻസ് ഓഫ് ടോട്ടൽ റിസ്ക്. സോ ടോട്ടൽ റിസ്കിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ റിസ്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക്, സെക്കൻഡ് വൺ ഈസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ദെയർഫോർ ടോട്ടൽ റിസ്ക് ഇസ് ഈക്വൽ ടു സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് നോക്കാം.
Systematic risk is caused by system-wide factors such as economic, political, and social changes. Systematic risk is further subdivided into interest rate risk, market risk, and purchasing power risk. There is a problem in the note. It is not material risk, it is market risk and purchasing power risk. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ സിസ്റ്റം വൈഡ് ആയിട്ടുള്ള റിസ്ക് ആണ്. അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ എല്ലാത്തരം സെക്യൂരിറ്റികളിലും അഫക്റ്റ് ചെയ്യപ്പെടുന്ന കാരണങ്ങളാൽ ഉണ്ടാകുന്ന റിസ്കിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ലൈക്ക് എക്കണോമിക് ചേഞ്ചസ്, പൊളിറ്റിക്കൽ ചേഞ്ചസ്, സോഷ്യൽ ചേഞ്ചസ്, ഇതൊക്കെ തന്നെ എല്ലാ തരം കമ്പനികളെയും ബാധിക്കുന്നതാണ്. അതുമൂലം എല്ലാ കമ്പനികളുടെയും സെക്യൂരിറ്റീസിനെയും ഈ തരത്തിലുള്ള കാരണങ്ങൾ ബാധിക്കുന്നത് കാരണം അവിടെ എല്ലാം തന്നെ റിട്ടേൺസിൽ വ്യത്യാസം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ തരം റിസ്കിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇത് ഒരു കാരണവശാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയില്ല. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ലോക്ക്ഡൗണും കൊറോണ, കോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഇഷ്യൂസ് വന്നിട്ട് അവർ എക്കണോമി ഈസ് ഗോയിങ് ഡൗൺ ആൻഡ് ഡൗൺ. Because of this economic situation, all the companies are suffering. So there is a huge chance of the return being going down and down. So this is an example for a systematic risk. So systematic risk is system-wide factors, and example are the reason for systematic risk are economic changes, political changes, and social changes. The systematic risk വീണ്ടും നമുക്ക് ഫർദറായിട്ട് സബ്ഡിവൈഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ആൻഡ് പർച്ചേസിംഗ് പവർ റിസ്ക്. Second type of risk is unsystematic risk. It is caused by variability of returns occur because of certain specific factors such as labor strike, management inefficiency, etc. that affect only the company that issue the security. Unsystematic risk is further subdivided into business risk and financial risk. രണ്ടാമത്തെ ടൈപ്പ് റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇതെന്ന് പറഞ്ഞാൽ കമ്പനി സ്പെസിഫിക് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആ കമ്പനിയുടെ സെക്യൂരിറ്റീസിൽ റിട്ടേൺസിൽ വ്യത്യാസം വരാനുള്ള സാധ്യതകളെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനിയിൽ ലേബർ പ്രോബ്ലം ഉണ്ടായി, സ്ട്രൈക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ട് കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഈ തരം കാരണങ്ങളെന്ന് പറയുന്നത് ആ കമ്പനിയെ മാത്രമാണ് ബാധിക്കുന്നത്. അല്ലാതെ ആ ഇൻഡസ്ട്രിയിൽ മറ്റുള്ള കമ്പനികളെയൊന്നും തന്നെ അത് ബാധിക്കില്ല. സോ അങ്ങനെ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങളാൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ റിട്ടേണിൽ മാത്രം വേരിയേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് ഫർദറായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും. സോ ഇത് രണ്ടുമാണ് മേജർ റിസ്ക് ഇൻവോൾവ് ഇൻ investment. Any type of investment, these two risks can be seen: systematic risk and unsystematic risk. The sum of systematic risk and unsystematic risk is called total risk. Okay, so how can we reduce the risk? Unsystematic risk associated with the security of a particular company can be reduced by combining it with another security having opposite characteristic. This process is known as diversification of investment. അപ്പോൾ ഈ രണ്ട് തരം റിസ്ക് ഉണ്ട്: സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. ഇതിൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമാണ്.
അൺറിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രൈസ് മൂവ്മെൻറ്റ് കാണിക്കുന്ന തരത്തിലുള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ റിട്ടേൺ ഉണ്ടാകുന്ന വേരിയേഷൻസ് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനോ സാധിക്കും. അതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴീ ലോക്ക്ഡൗൺ പീരീഡിൽ ഫിനാൻഷ്യൽ മേഖലയിലുള്ള കമ്പനികളെല്ലാം തന്നെ വളരെ കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് റീപേ ചെയ്യാൻ കഴിയുന്നില്ല. അതെല്ലാം തന്നെ ബാങ്ക് ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ സർവീസസ് മേഖലയെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് മെഡിസിൻ. അസുഖങ്ങൾ കൂടുന്നു, അപ്പോൾ കൂടുതൽ മെഡിസിൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെയൊക്കെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുകയും അതിലൂടെ അവരുടെ റവന്യൂ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നത് കാരണം ആ തരം കമ്പനികളെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസും ക്രൈസിസും ഒന്നും തന്നെ അധികം ബാധിക്കില്ല. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പോർഷൻ ഫിനാൻഷ്യൽ സർവീസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു പോർഷൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലോ ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. നമ്മുടെ ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. സോ ഈ തരത്തിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് diversification. So we have been studying about types of investment risk. Mainly there are two types of investment risk: systematic risk and unsystematic risk. Out of these two, we can reduce or we can minimize unsystematic risk through the process called diversification. Now let us see the subdivisions of systematic risk. We have seen that systematic risk is subdivided into interest rate risk, market risk, and purchasing power risk. Interest rate risk is the variation in rate of return caused by fluctuation in the market interest rate. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ മൂലമുണ്ടാകുന്ന റിസ്കിനെയാണ് അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. RBI കാലങ്ങളിൽ റിവ്യൂ നടത്തിക്കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ തരം റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അഫക്റ്റ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ലൈക്ക് ബോണ്ട് ആൻഡ് ഡിബഞ്ചർ. ബോണ്ടിലോ ഡിബഞ്ചറിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വ്യത്യാസത്തിലൂടെ വരുന്ന റിസ്ക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. നെക്സ്റ്റ് systematic risk is called market risk. It is the variability of return caused by alternating forces of bull and bear market. This type of systematic risk affects share market price of shares that move up and down consistently for some period of time. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഷെയർ മാർക്കറ്റിലെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്ക്കാണ്. പ്രത്യേകിച്ചും പ്രൈസിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ട്രെൻഡുകൾ, പ്രൈസ് മൂവ്മെൻറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് മെയിൻലി രണ്ട് ടൈപ്പാണ്. അപ്പ് ട്രെൻഡ് എന്ന് പറയും, മറ്റൊന്ന് ഡൗൺ ട്രെൻഡ് എന്നും പറയും. അപ്പ് ട്രെൻഡ് പ്രൈസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ് ബുൾ മാർക്കറ്റ്. ബുൾ മാർക്കറ്റ് റെപ്രസെൻറ്റ്സ് അപ്പ് ട്രെൻഡ്, പ്രൈസസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ്. ഓൺ ദ അതർ ഹാൻഡ് ബെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിനെയാണ് ഡൗൺ ട്രെൻഡ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ബുൾ മാർക്കറ്റിൻ്റെയും ബെയർ മാർക്കറ്റിൻ്റെയും സ്വാധീനം കാരണം ഷെയറിൻ്റെ പ്രൈസുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും ആ തരത്തിലുള്ള ഫ്ലക്ച്വേഷൻ മൂലം ഉണ്ടാകുന്ന റേറ്റ് ഓഫ് റിട്ടേണിലുള്ള വേരിയേഷനുള്ള പോസിബിലിറ്റിക്ക് പറയുന്ന റിസ്ക്കാണ് മാർക്കറ്റ് റിസ്ക്. സോ മാർക്കറ്റ് റിസ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഷെയർ മാർക്കറ്റ് പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് ഷെയർസിലുണ്ടാകുന്ന പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷനിലൂടെ ഉണ്ടാകാവുന്ന റിസ്കിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇതും ഒരു സിസ്റ്റമാറ്റിക് റിസ്ക്കാണ്. പർച്ചേസിംഗ് പവർ റിസ്ക്. Another type of systematic risk is purchasing power risk. It refers to variation in investor return caused by inflation. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന എക്കണോമിക് ഫിനോമിനൻ മൂലം ഇൻവെസ്റ്റർക്ക് ലഭിക്കാവുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റിയെ പ്രോബബിലിറ്റിയെ പറയുന്ന പേരാണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം മൂലം നമ്മുടെ എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ രൂപയുടെ മൂല്യം ശോഷിച്ച് വരും. അതിലൂടെ നമ്മുടെ പർച്ചേസിങ് പവറും നശിക്കും അല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു റിസ്കിന് പറയുന്ന പേരാണ് പർച്ചേസിങ് പവർ റിസ്ക്. ആൻഡ് ദിസ് ഈസ് ആൾസോ എ സിസ്റ്റമാറ്റിക് റിസ്ക്. ദിസ് റിസ്ക് ഈസ് അറൈസിങ് ഔട്ട് ഓഫ് ഇൻഫ്ലേഷൻ. സോ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ 3 സബ് കമ്പോണൻസിനാണ് അല്ലെങ്കിൽ അതിൻ്റെ 3 എലിമെൻസിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആദ്യം കണ്ടത് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് റിസ്ക്. ആൻഡ് തേർഡ് വൺ ഈസ് പർച്ചേസിംഗ് പവർ റിസ്ക്. സോ ദീസ് ആർ ദി സബ് കാറ്റഗറീസ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്. Now comes business risk and financial risk. These 2 risks are the sub-risk of unsystematic risk. Business risk. It is the variability in operating income caused by the operating conditions of the company. ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മൂലം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയ്ക്കാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രൈക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിരുന്നാൽ അവരുടെ സെയിൽസ് കുറയും. സെയിൽസ് കുറയുമ്പോൾ നാച്ചുറലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കുറയും. സോ അങ്ങനെ ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ റിസ്ക്. It refers to variability of the income to the equity shareholders due to debt capital. അതായത് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഓണർഷിപ്പ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ കടം വാങ്ങിയിട്ടുള്ള ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടാകും. ബാങ്കുകളിൽ നിന്നുള്ള ലോണാകാം, ഡിബഞ്ചേഴ്സോ ബോൺസോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റലാകും. ഇതിനെല്ലാം തന്നെ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഇതിനെ ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കടം എന്ന് പറയുന്നതിന് കാരണം ഇതിലെല്ലാം തന്നെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പനി തിരിച്ച് നൽകാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ കടമുള്ളൊരു കമ്പനി ആകുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ അത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. അതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും റിട്ടേൺ ലഭിക്കുകയുള്ളൂ. സോ അങ്ങനെ കമ്പനിയുടെ ക്യാപിറ്റലിൽ കടമുണ്ട് എന്നുള്ള ഒരു കാരണത്താൽ അവിടെ സംഭവിക്കുന്ന ആ തരം കമ്പനികളുടെ ഷെയറിൻ്റെ റിട്ടേണിൽ സംഭവിക്കുന്ന റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. സോ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് ആർ ദ സബ് എലിമെൻറ്റ്സ് ഓഫ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ ഇതാണ് റിസ്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാനോ കിട്ടാതിരിക്കാനോ ഉള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹൈലി റിസ്കി മീൻസ് പോസിബിലിറ്റി ഓഫ് വേരിയേഷൻ ഇൻ റിട്ടേൺ ഈസ് വെരി ഹൈ. നേരെ മറിച്ചിട്ട് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ദ പോസിബിലിറ്റി ഓഫ് വേരിയേഷൻ ഇൻ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് വെരി ലെസ്. Hope you understood the concept. Let us conclude for today. Thank you.